ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് തന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബും ചെയ്യണം. ഈ ഒരാളുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇയാളുടെ പേര് മൈൻഡിലേക്ക് വരുന്നുണ്ടാവും കേട്ടോ അല്ലേ? അങ്ങനെയെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇയാളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഇട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പ്രായത്തിൽ ഈ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന ടൈമിന് ഈ ആൾക്കാരെ മുന്നിൽ പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ എനിക്ക് സ്കൂളിൽ എന്താണ് സ്പോർട്സ് ഡേ ആണ് ഒരു ദിവസം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇല്ലാത്ത ധൈര്യമൊക്കെ സംഭരിച്ച് എൻ്റെ പേര് കൊടുത്ത് 3000 മീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു 3000 മീറ്റർ ഓട്ടത്തിന് എൻ്റെ പേര് കൊടുത്ത്. അങ്ങനെ ആ മത്സരത്തിൻ്റെ ദിവസം വന്നെത്തി. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ബസ് കയറി. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓനും ബസ് കയറി. അപ്പോൾ ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞ് ഇങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പേടിയാണ്, പക്ഷേ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, എന്താവെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൻ എന്നോട് എടാ ഇനി ഇത് ആൾക്കാർ മറ്റേ ബൂട്ടും ഷൂവും ഒക്കെ ഇട്ടാണ്, ഇനി ചെരുപ്പിട്ട് അല്ലെങ്കിൽ ചെരുപ്പിടാണ്ടൊക്കെ ഓരോപ്പരൊക്കെ ഓടിയൊക്കെ നാണക്കേടല്ലേ, മോശമല്ലേ, ഇനി എവിടെ എത്തുമോ എന്നൊക്കെ പറഞ്ഞ് ഫുൾ നെഗറ്റീവ് വൈബ് ഇങ്ങോട്ട് കയറി പറഞ്ഞ്. അപ്പം ഞാനും ആലോചിച്ച് തുടങ്ങി, ശരിയാണ്, ഞാനിപ്പോൾ പോയിട്ട് വെറുതെ നാണം കെടണോ, ആൾക്കും നല്ല മത്സരിക്കാണ്ടിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ആ സ്പോർട്സ് ഡേൻ്റെ അന്ന് ഞാനത് ക്യാൻസലാക്കി. ഞാൻ ആ മത്സരത്തിൽ പങ്കെടുത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, എന്തിന് ഞാൻ ഇവൻ പറഞ്ഞ വാക്കുകൾ കേട്ടു. അതായത് ഇപ്പോൾ മത്സരത്തിന് കൂടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് ആ പെർഫോം ചെയ്യാനുള്ള പേടിയെങ്കിലും പോയി കിട്ടുമായിരുന്നു ഞാൻ മത്സരിച്ചില്ലെങ്കിൽ. ആ ഫ്രണ്ടിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, മത്സരിക്കാതിരുന്നു. അവിടെയാണ് ഞാൻ ചെയ്ത തെറ്റ്, അവിടെയാണ് നിങ്ങൾക്കും തെറ്റുകൾ വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ മാറ്റി നിർത്തണം എന്നുള്ളത് നിങ്ങളുടെ സക്സസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഉസൈൻ ബോൾട്ടിന് ഇവിടെ ഇടാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കരിയർ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമ്പം ഇദ്ദേഹത്തിൻ്റെ 2 കാലിനും ഒരേ ലെങ്ത് അല്ല, ഒരു കാലിന് മറ്റേ കാലിനെക്കാട്ടിലും 12 മില്ലിമീറ്റർ സൈസ് അല്ലെങ്കിൽ ലെങ്ത് കുറവായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോച്ച് പറഞ്ഞിട്ടുണ്ട് 100 മീറ്റർ നിനക്ക് അത്ര പോസിബിൾ അല്ല, നീ 400 മീറ്റർ ഒക്കെ ട്രൈ ചെയ്തോ, അതാണ് നല്ലതെന്ന്. പക്ഷേ ഉസൈൻ ബോൾട്ട് ആ വാക്കുകൾ കേട്ടില്ല. ആ വാക്കുകൾ കേൾക്കാണ്ട് തൻ്റെ പരിമിതികളെ മുഴുവൻ മറന്നുകൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ റിസൾട്ടാണ് 8 തവണ വേൾഡ് ഒളിമ്പിക് സ്വർണ്ണ മെഡൽ അദ്ദേഹം നേടി. 100 മീറ്റർ 200 മീറ്റർ 400 മീറ്റർ റിലേയിലൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പരിമിതികളെ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവായിട്ട് പറയുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോണ്ട് ലെറ്റ് എനി വൺ ടെൽ യു കനോട്ട് ഡു സംതിങ്. ആരെയും അനുവദിക്കരുത് നിനക്കിത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ. നിങ്ങൾ ആരെയും അനുവദിക്കരുത്. ആർക്കാണോ അവകാശമുള്ളത് നിനക്കിത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ? ആർക്കാണ് അവകാശമുള്ളത് നിന്നെക്കൊണ്ട് എടാ ഇത് വൈകിപ്പോയി ഇപ്പം വേണ്ട എന്ന് പറയാൻ അവകാശം ആർക്കുമില്ല. ആരാണ് നിന്നോട് പറയുന്നത് എടാ നഷ്ടപ്പെട്ടതൊക്കെ പോയി, ഇനി അതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, നീ അത് വിട് എന്നൊക്കെ ആരാടാ നിന്നോട് പറയുന്നത്? ഓരൊക്കെ മാറ്റി നിർത്ത്. കാരണം നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും. നീ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിനക്ക് എന്തും ചെയ്യാൻ പറ്റും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്സിനെ, ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ഫ്രണ്ട്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും ചെയ്തു തുടങ്ങാൻ പറ്റും. നിങ്ങൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാനും എഡ്യൂപോർട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ 8ലാണെങ്കിലും 9ലാണെങ്കിലും 10ലാണെങ്കിലും നിങ്ങളുടെ കൂടെ നിന്ന് ഏറ്റവും താഴെന്ന് നിങ്ങൾ എടുത്തിട്ട് ടോപ്പറാക്കി കൊണ്ടുവരാൻ എഡ്യൂപോർട്ട് ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. ആദ്യത്തെ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് മുതൽ ലാസ്റ്റ് നിങ്ങളുടെ ഫൈനൽ എക്സാം വരെ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ നിങ്ങളായിരിക്കും, നിങ്ങളുടെ സ്കൂളിലെ ഒക്കെ ടോപ്പർ നിങ്ങളായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വില്ലായ മാത്രം മതി, ഇത് ഞാൻ ചെയ്യാൻ റെഡിയാണ് എന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ഈ ബാച്ചിനെ കുറിച്ചുള്ള, നമ്മളുടെ സൂപ്പർ ബാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പൊക്കി അടിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. 100% ഞാൻ പറയുന്നു അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ഇതല്ല, നിങ്ങൾക്ക് അല്ലാണ്ട് ഒരു കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരിക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എല്ലാ മക്കളും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പഠിക്കാനിരിക്കുമ്പോൾ എന്താണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത്? ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യണം, എന്നെ പഠിക്കരുത്. ഓക്കെ, എല്ലാവരും പോസ് ചെയ്യും. റെഡി? ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു റീസൺ. എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് മെജോറിറ്റി ഒരു 90% ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുക യെസ് ഇത് തന്നെ സാർ, ഫോണാണ് സാറേ പ്രശ്നം, ഫോണാണ് വില്ലന്, ഇവനാണ് എന്നെ ചതിക്കുന്നത്.
ഇവനാണ് എന്നെ ചതിക്കുന്നത്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം, എടാ നീ ഈ പഠിക്കുമ്പോൾ ഫോൺ അങ്ങോട്ട് മാറ്റി നിർത്ത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം മെജോറിറ്റി ഓഫ് കുട്ടികളും എന്താ ഫോണിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഫോൺ അങ്ങോട്ട് മാറ്റി നിർത്തുക എന്നുള്ളതൊന്നും ഒരു സൊല്യൂഷൻ അല്ല, അത് മണ്ടത്തരാണ്. അപ്പൊ എന്താണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിപ്പിനിടയിൽ ഫോൺ എന്താവില്ല, ഒരിക്കലും നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാധനം ഫോണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഐക്കൺ അറിയാവുന്നവർ ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യടാ. അറിയോ ആർക്കെങ്കിലും? യെസ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, DND എന്ന് പറയും, ഡു നോട്ട് ഡിസ്റ്റർബ്. സാർ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? എടാ ഈ ഒരു മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ടിഫിക്കേഷനോ ഒരു കോളോ ഒന്നും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും നോട്ട്സ് നോക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിക്കൊണ്ടേ ഇരിക്കുക. അതിൻ്റെ അപ്പുറത്ത് അജ്മൽ ഹായ് ഇടാ ചായ കുടിക്കാൻ പോകേണ്ടതെന്ന് മെസ്സേജ് അയക്കില്ല. ഇപ്പുറത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് പിന്നെ അശ്വതി അച്ചു ഫുഡ് കഴിച്ചോ എന്ന് മെസ്സേജ് അയക്കൂല. ആരും ഒന്നും നിങ്ങളെ ശല്യപ്പെടുത്തൂല നിങ്ങൾ ഈ മോഡ് ഇട്ട് കഴിഞ്ഞാൽ. ഒന്നാമത്തെ പോയിന്റ് അത്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് ഈ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാതിരിക്കുക, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടേബിൾ ഒരു ചെയർ അതിൻ്റെ മുന്നിൽ അവിടെ ഇരുന്നായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് ആണല്ലോ. അങ്ങനെയെങ്കിൽ ആ പ്ലേസിൽ ഞാൻ ഈ പറഞ്ഞ ആപ്പുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഇങ്ങനെ തോന്നുക, എനിക്ക് മുട്ടുന്നു എനിക്ക് ഇൻസ്റ്റയിൽ 2 റീല് കാണുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സീറ്റ് എണീച്ചിട്ട് വേറെ എവിടെയും പോയി നിന്നിട്ട് നിങ്ങൾ 2 റീല് കണ്ടോ, പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഈ ഒരു സാധനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മൈൻഡിലേക്ക് ഉപബോധ മനസ്സിലേക്ക് ആ ഒരു സാധനം വരും. ഇവിടെ ഇരുന്നാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല, ഇവിടെ ഇരുന്നാൽ പഠിക്കണം. അങ്ങനെ ഒരു സാധനം മൈൻഡിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല. ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഉറപ്പാണ് ഫോൺ നിങ്ങൾക്ക് എന്താവില്ല, ഒരു വില്ലനാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനിയും നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ള ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ പാരൻസിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഞാൻ ഇത് അങ്ങനെ എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന മാതിരി അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നതാടാ. നിങ്ങൾ പാരൻസിനെ കുറിച്ച് ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോടോ? ഒരു സാധനം അങ്ങനെ അമ്മയല്ലേ, അമ്മ എന്നെ സ്നേഹിക്കും, അമ്മയല്ലേ, അങ്ങനെ ഒരു വില കുറച്ച് നിങ്ങൾ കാണരുത്. ഇപ്പം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അമ്മ ഉണ്ടാകില്ല അവിടെ, ഉമ്മ ജസ്റ്റ് ഒന്ന് അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഉച്ചക്കേക്കുള്ള രാത്രിയേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ അമ്മേൻ്റെ അടുത്തേക്ക് നിങ്ങളൊന്ന് പോയിട്ട് ഒരു കയ്യിലേക്കും മുഖത്തേക്കും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കണം, പോലൊക്കെ ഇനി എത്ര കാലങ്ങളെ കൂടെ ഉണ്ടാവും ഇങ്ങനെ മോനെ പഠിക്കുന്നൊക്കെ പറഞ്ഞ് നടക്കാൻ, എത്ര കാലം കൂടെ ഉണ്ടാവും ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണോ? അല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ ഉപ്പ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരികയും, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കടാ, ഒരുപാട് നരയൊക്കെ ഉണ്ടാവും, മുടിയൊക്കെ കുറേ പോയിട്ടുണ്ടാവും. ആ അച്ഛൻ എത്ര കാലം നിങ്ങളെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവരൊക്കെ കൂടെ ഉള്ള ടൈമാണ് ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് തരുന്ന, സമാധാനവും സന്തോഷമുള്ള ടൈം. അപ്പോൾ ഓരോക്കെ എന്താണ്, ഓർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ചിലവർ പറയും, ചിലവർ അത് പറയൂല. പക്ഷെ ആ പ്രതീക്ഷകൾക്കൊക്കെ എന്താണ്, നമ്മളാണ് അതിൻ്റെയൊക്കെ റിസൾട്ടിലെ നമ്മളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ അവരെ ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചിലവരൊക്കെ വിചാരിക്കും, സാർ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഞാൻ ബിസിനസ്സോ അതോ ഇതോ ഒക്കെ ചെയ്തോളാമെന്ന് ചിലവർ വിചാരിക്കും. എടാ എന്തോ നീ ചെയ്തോ, പ്രശ്നമില്ല, സക്സസ്ഫുൾ ആയാൽ മതി. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാർ എൻ്റെ ഫീൽഡ് അതാണ്, ഞാൻ എന്തിനാ കണക്ക് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ കണക്കില്ലാത്ത ഫീൽഡ് ഏതാടാ ഉള്ളത്? കൂട്ടാനും കുറയ്ക്കാനും എനിക്ക് അറിയൂലേ, പിന്നെ എന്ത് കാര്യമോ? അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊക്കെ ഇനി എത്ര കാലം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റൂല നമ്മുടെ കൂടെ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് മാക്സിമം ഇവരെ സന്തോഷിപ്പിക്കാനും ഇവരെ ഹാപ്പി ആക്കാനും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നമുക്ക് എത്താനും നമുക്ക് സാധിക്കണം. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എന്നാലും ചിലപ്പം ചില ഫ്രണ്ട്സൊക്കെ നിങ്ങളെടുത്ത് വന്നിട്ട് പറയും, എടാ കുഴപ്പമില്ലടാ, ഈ എക്സാം അല്ലേ, ഞാനും തോറ്റി, എന്നെക്കാട്ടി 1 മാർക്ക് കൂടുതലല്ലേ, എനിക്ക് 2 മാർക്ക് എനിക്ക് 3 മാർക്ക്, നീ ഹാപ്പി ആവടാ എന്നൊക്കെ ചില ഫ്രണ്ട്സ് പറയും. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താണ്, ഇറ്റ്സ് യു വേഴ്സസ് യുവർ അൺഫിനിഷ്ഡ് സിലബസ്. നീയും നിൻ്റെ പഠിച്ച് തീരാത്ത സിലബസും തമ്മിൽ തന്നെയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യുദ്ധം. അവിടെ നിനക്ക് ഒരു ഫ്രണ്ടും വരാൻ പോകുന്നില്ല, നിന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല.
അതിങ്ങനെ ഒന്ന് മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇപ്പം മുതൽ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തണോ എന്നുള്ളത് നീ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ റെഡി ആണെങ്കിൽ, ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യടാ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇന്ന് നിർബന്ധമായിട്ട് നോക്കണം. നിങ്ങളുടെ അച്ഛൻ്റെ, അമ്മേൻ്റെ, അല്ലെ ഉമ്മൻ്റെ, ഉപ്പയുടെ അടുത്ത് പോയിട്ട് അവരെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും എത്ര നാൾ എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. പറ്റുന്നത്ര മാക്സിമം നേരത്തെ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയിട്ട് അവരെ ഇനി നിങ്ങൾ പോകണ്ട, ഇവിടെ നിന്നോളൂ, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സമാധാനം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണ്ടേടാ. നിങ്ങളതൊന്ന് നോക്കി, നിങ്ങൾ പ്ലീസ് ദയവായിട്ട് നിങ്ങൾ ഇന്ന് പോയിട്ട് അവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. അവിടെ കിട്ടും നിങ്ങൾക്ക് മോട്ടിവേഷൻ, ദ റിയൽ മോട്ടിവേഷൻ. സോ ദാറ്റ്സ് ഓൾ. സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.